നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ തെരഞ്ഞുപിടിച്ച് അവിടെ മിസൈൽ വർഷിച്ചപ്പോൾ പാകിസ്ഥാൻ പോലും സത്യത്തിൽ ഞെട്ടിപ്പോയി. കിർണാകുന്നിൽ ഇന്ത്യയുടെ മിസൈൽ പതിച്ചപ്പോൾ ശരിക്കും പാകിസ്ഥാൻ പോലും അത്ഭുതം തോന്നിക്കാണും. എല്ലാം കിറുകൃത്യമായി ഇന്ത്യ അറിയുന്നുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞ നിമിഷം. പുറത്തുള്ളവർക്ക് അത് വെറുമൊരു കുന്നാണ്, പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിന് അത് അമൂല്യ സ്വത്താണ്. അവിടെയാണ് ഇന്ത്യ കൃത്യമായി അടയാളപ്പെടുത്തി അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഈ കുന്നിൽ അവരുടെ രഹസ്യ ശേഖരമുണ്ട്. കിർണാകുന്നിനടുത്തുള്ള നൂർഖാൻ എയർബേസിലും ഇന്ത്യയുടെ മിസൈൽ പതിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്, ഇന്ത്യ പ്രധാനപ്പെട്ട പാകിസ്ഥാന്റെ ലോഞ്ച് പാഡുകളും എയർബേസുകളും കൃത്യമായി തന്നെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാൻ അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഡ്രോൺ അറ്റാക്ക് അടക്കം നടത്തിയത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ അതിൽ ഒന്നുപോലും നമ്മുടെ ഇന്ത്യയിൽ പതിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇപ്പോഴും സാധാരണക്കാരെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത സാധാരണക്കാരെ പഴിചാരാൻ അല്ലെങ്കിൽ അവരുടെ രക്തം കാണാനാണ് പാകിസ്ഥാൻ കൊതിക്കുന്നത്. അപ്പോൾ പോലും ഇന്ത്യ അവിടുത്തെ പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ഒരാളെ പോലും മനഃപൂർവ്വം ദ്രോഹിക്കാനോ അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്താനോ ഇന്ത്യ ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഏതായാലും ഈ പ്രധാനപ്പെട്ട തന്ത്രമേഖലയിൽ ഇന്ത്യയുടെ മിസൈൽ പതിച്ചപ്പോൾ പാകിസ്ഥാൻ നെട്ടോട്ടമായി. അധികം വൈകാതെ പാകിസ്ഥാന്റെ സൈനിക നിർവഹണത്തിന് ചുമതല വഹിക്കുന്ന ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് വിളിച്ചു. കുഗ്രാമത്തിലെ കുന്നിന്റെ പ്രസക്തി അത്രയേറെ ഉണ്ടായിരുന്നു. മെയ് 10 ഇന്ത്യ നടത്തിയ ഈ രണ്ട് ആക്രമണങ്ങളാണ് വെടിനിർത്തലിലെ പാകിസ്ഥാനെ നിർബന്ധിച്ചതെന്ന ഒരു അഭിപ്രായം യുദ്ധവിശകലനം നടത്തുന്ന യുദ്ധ വിദഗ്ധർക്കിടയിലുണ്ട്. ഇതിന് കാരണമായി പറയുന്നത് ഇവിടെയാണ് പാകിസ്ഥാന്റെ ആണവശേഖരം ഇരിക്കുന്നതെന്നാണ്. ഈ ആണവശേഖരം ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നു എന്ന് പോലും സൂചനകളുണ്ട്. വെറുതെ ഒരു മൊട്ടക്കുന്ന് എന്ന നിലയിലാണ് കിർണാകുന്ന് തോന്നുക എങ്കിലും ഉപഗ്രഹ ചിത്രങ്ങളും സൈനിക വിശകലനങ്ങളും വിരൽ ചൂണ്ടുന്നത് മറ്റൊരു തലത്തിലാണ്. അതായത് പാകിസ്ഥാൻ പോലും പുറമേക്ക് ശത്രുക്കൾക്ക് ഇത് സാധാരണ ഒരു കുന്ന് മാത്രമാണ് അല്ലെങ്കിൽ തരിശായ ഒരു ഭൂമിയാണെന്ന് സൂചിപ്പിക്കും വിധം അതിനെ കൊണ്ടു നടന്നിട്ട് അവസാനം ഇന്ത്യ ആ തന്ത്രപ്രധാന സ്ഥലത്ത് തന്നെ മിസൈൽ വർഷിച്ചപ്പോൾ അതാണ് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. കിർണാകുന്നിനുള്ളിൽ പാകിസ്ഥാന്റെ ആണവായുധം ശേഖരിക്കുന്നതിനുള്ള കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. നിരവധി വാതിലുകളും അധിക കോൺക്രീറ്റുകളിട്ട് ബലപ്പെടുത്തിയിട്ടുള്ള ടണലുകളും ഈ കുന്നിനുള്ളിൽ ഉള്ളതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഈ കുന്നിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു. ഈ കുന്നിന്റെ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ മിസൈൽ പതിച്ചിട്ടുണ്ട്. ബങ്കറുകൾ വരെ തുളച്ചുപോകാൻ ശേഷിയുള്ള മിസൈലുകൾ ഇവിടെ പതിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സാധാരണ സ്ഫോടന വസ്തുക്കൾക്കൊന്നും ഇതിനുള്ളിൽ സൂക്ഷിച്ച ആണവശേഖരത്തിൽ സ്ഫോടനം നടത്താൻ ശേഷിയുണ്ടാവില്ല. പക്ഷേ ഇന്ത്യയുടെ ലക്ഷ്യം സാധിച്ചുവെന്നാണ് വിലയിരുത്തൽ. നൂർഖാൻ എയർബേസും തന്ത്രപ്രധാന ഇടമാണ്. ഇതും കിർണാകുന്നിനടുത്തുള്ള എയർബേസ് ആണ്. ഇവിടെയും ഇന്ത്യയുടെ മിസൈൽ പതിച്ചു. പാകിസ്ഥാന്റെ ആണവ നിയന്ത്രണത്തിനുള്ള സംവിധാനങ്ങൾ ഇതിന് തൊട്ടടുത്താണ്. കിർണയിലെ ആണവ നിലയം പൊട്ടിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ഇതിനോട് പക്ഷേ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ ഞെട്ടിയിട്ടുണ്ട്. ആണവ വികിരണം അതിശക്തമാണെന്ന് ചില അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ആണവ അടിയന്തര സാഹചര്യം നേരിടാനുള്ള ജെറ്റ് ഇസ്ലാമാബാദിൽ എത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതിനൊപ്പം ഈജിപ്തിൽ നിന്നുള്ള ജെറ്റ് എത്തിയെന്നും വിശദീകരിക്കുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അമേരിക്ക ആണവ അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നുവെന്നാണ് യുദ്ധമേഖലയിലെ വാർത്തകൾ നൽകുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ കൂടുതൽ അടി വേണ്ടെന്ന് വെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണത്തെക്കുറിച്ചും പാകിസ്ഥാൻ സൈന്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ സ്വീകരിക്കേണ്ട നയപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. തങ്ങളുടെ നിലനിൽപ്പിനെ ഭീഷണി നേരിടുകയാണെങ്കിൽ മാത്രം ആണവായുധം ശേഖരം ഉപയോഗിക്കുമെന്നാണ് ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞത്. ഈ സാഹചര്യത്തിലായിരുന്നു കിർണാകുന്നിലേക്കുള്ള ഇന്ത്യയുടെ ആക്രമണമെന്നും സൂചനകളുണ്ട്. പാക് പ്രകോപനത്തിന് തക്ക മറുപടി നൽകിയ ഇന്ത്യ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ആ ഉദാഹരണങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും തെളിവാകുന്നത്. പാകിസ്ഥാന്റെ 6 സൈനിക കേന്ദ്രങ്ങൾക്കും സിയാൽകോട്ടിലെ വ്യോമ കേന്ദ്രത്തിനും നേർക്ക് ആക്രമണം നടത്തി. പാകിസ്ഥാന്റെ ടെക്നിക്കൽ ഇൻസ്റ്റലേഷൻ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, റഡാർ സെന്ററുകൾ തുടങ്ങിയവയ്ക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്.
റഫീഖി, മുറീദ്, ചക്ലാല, റഹീം, യാർഖാൻ, സുക്കൂർ, ചുനിയൻ എന്നീ പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതെന്നാണ് വാർത്താ സമ്മേളനത്തിലടക്കം കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞിരിക്കുന്നത്. പസ്രൂറിലെ റഡാർ സൈറ്റിന് നേർക്കും സിയാൽകോട്ടിലെ വ്യോമതാവളത്തിന് നേർക്കും ഇന്ത്യ ആക്രമണം നടത്തി. ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചതിന് പിന്നാലെയായിരുന്നു ഈ തിരിച്ചടിയെന്നും വാർത്താ സമ്മേളനം വ്യക്തമാക്കി. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം പങ്കുവച്ചിരിക്കുന്നത്. ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളായ മുരീദ്ക്ക്, ബഹൽപൂർ എന്നിവിടങ്ങളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ് സേന പങ്കുവച്ചത്. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ റഡാറുകളിലും വ്യോമതാവളങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ ദൃശ്യത്തിൽ കാണാം. കഴിഞ്ഞ ദിവസത്തെ സായുധ സേനയുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഉദ്യോഗസ്ഥർ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിശദ വിവരങ്ങൾ തെളിവ് സഹിതം നിരത്തിയത്. ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ ഭീകര സംഘടനകളുടെ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പാക് അധീന കശ്മീരായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ പ്രധാന ലക്ഷ്യം. കൊടുംഭീകരരായ കസബിനെയും ഹെഡ്ലിയെയും പരിശീലിപ്പിച്ച മുരീദ്കയിലാണ് ശക്തമായ ആക്രമണം നടത്തിയത്. 200 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ലഷ്കർ കേന്ദ്രത്തിന്റെ പരിശീലന കേന്ദ്രവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമാക്കി തുടർച്ചയായി മിസൈൽ ആക്രമണം നടത്തി. മുരീദ്കയിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങളും സേന പങ്കുവച്ചിട്ടുണ്ട്. കൃത്യമായി സ്ഥാനം തിരിച്ചറിഞ്ഞ് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് സൈന്യം ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിലെ ബഹൽപൂരിൽ ജെയ്ഷെ ഭീകരർ മസൂദ് അസറിന്റെ താവളം തകർത്തതിന്റെ ദൃശ്യങ്ങളും പങ്കുവെച്ചുകൊണ്ടും സേന വിശദീകരിച്ചു. അത്രയ്ക്ക് അനിവാര്യമില്ലെങ്കിൽ യുദ്ധം അനാവശ്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. സമാധാനമാണ് മികച്ചതെന്നതിലും തർക്കമില്ല. പ്രതിരോധവും യുദ്ധവും തമ്മിൽ ചെറിയ അതിർവരമ്പേയുള്ളൂ. പ്രതിരോധം കനക്കുമ്പോഴാണ് യുദ്ധമാകുന്നത്. പ്രതിരോധിക്കാൻ ഇടയുണ്ടാകുന്നിടത്താണ് യുദ്ധത്തിന്റെ തുടക്കം തന്നെ. അങ്ങനെ നോക്കുമ്പോൾ അയൽരാജ്യമായ പാകിസ്ഥാൻ തന്നെയാണ് ഏറെക്കുറെ യുദ്ധസമാനമായ പ്രതിരോധത്തിന് ഭാരതത്തെ നിർബന്ധിതമാക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. അതിന്റെ തെളിവാണ് 3 മണിക്കൂർ മാത്രം നീണ്ട 2025 മെയ് 10 വെടിനിർത്തലിന്റെ ചരിത്രവും. ഭീകരപ്രവർത്തനത്തെ അപ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരുന്ന ഭാരതത്തിന് പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത അതിനീചമായ ഭീകരാക്രമണത്തോട് കനത്ത തോതിൽ പ്രതികരിക്കാതെ പറ്റില്ലായിരുന്നു. അതിനോടുള്ള പാക് പ്രതികരണത്തിന് കൊടുത്ത മറുപടിയിൽ തകരുകയും തളരുകയും ചെയ്ത പാകിസ്ഥാൻ യുദ്ധത്തിലെ നീതിയുടെ പേരിലാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടത്. ആർഷഭാരതകാലം മുതലേ ഭാരതത്തിന്റെ യുദ്ധങ്ങളും ധർമാധിഷ്ഠിതമാണ്. അത് തുടർന്നാണ് വെടിനിർത്തൽ ഭാരതം പ്രഖ്യാപിച്ചത്. സൈന്യം ആയുധങ്ങൾക്ക് ഇടവേള കൊടുത്തെങ്കിലും സൈനികർ ജാഗ്രത തുടർന്നു. എന്നാൽ 3 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ അഭ്യർത്ഥിച്ച പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് തന്നെ വെടിയുതിർക്കാൻ തുടങ്ങി. പാകിസ്ഥാൻ വെറും ആൾക്കൂട്ടമല്ല, ആക്രമികളുടെ ആൾക്കൂട്ടമാണെന്ന് ഒരിക്കൽ കൂടി തെളിയുകയായിരുന്നു. ഭാരതത്തിന് അവരിൽ നിന്ന് ഇത് ആദ്യ ദുരനുഭവമല്ല, അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതവുമല്ല. എന്നാൽ ലോകം കുറച്ചുകൂടി വ്യക്തമായി പാകിസ്ഥാനെ തിരിച്ചറിഞ്ഞു എന്നതാണ് ഗുണം. ഏതായാലും ഇപ്പോഴും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറുമായി വന്നിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല ഉദാഹരണങ്ങളും അതുതന്നെയാണ് നമുക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും അതിർത്തികളിലൊക്കെ തന്നെ സുരക്ഷ ഇരട്ടിയാക്കിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മേഖലകളിലൊക്കെ തന്നെ സുരക്ഷ ഇപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.